ഹലോ എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദിലീപ് ഏട്ടൻ നായകനായിട്ട് വരുന്ന ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ഗോകുലം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്ത് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബാ 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 അങ്ങനല്ലേ ബാ ബാ ബാ. ഈ കൊല്ലംകാരനായതുകൊണ്ട് തന്നെ കൊല്ലക്കാർക്ക് ഈ ഭായ്ക്ക് പകരം ഫ എന്നാണ് പറയുന്നതെന്ന് പൊതുവെ ഒരു പരിഹാസമുണ്ട്. എന്നാലും ഞാൻ ഭ എന്ന് തന്നെ പറയാൻ ശ്രമിക്കാം. അപ്പം ഭ ഭ ബ എന്ന് പറയുന്ന ഭയം, ഭക്തി, ബഹുമാനം എന്ന് പറയുന്ന സിനിമയുടെ ഒരു മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടെന്ന് അറിയണം. അതിനു മുമ്പ് ഇന്നത്തെ ഒരു ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചൂടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ആസിഫ് അലിയെ ഒരു എന്താ പറയുന്നത് ഡിസ്റെസ്പെക്റ്റ് എന്ന് തന്നെ പറയാം. ഓക്കെ, സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മനോരഥങ്ങൾ എന്ന അന്തോളജി വെബ് സീരീസ്, MD സാറിൻ്റെ ചെറുകഥകളെ ആസ്പദമാക്കി വരുന്ന ഒരു അന്തോളജി വെബ് സീരീസാണ്. ആ ഒരു വെബ് സീരീസിൻ്റെ ട്രെയിലർ ലോഞ്ചിന് ഇടെ നടന്ന ഒരു സംഭവമാണ് ഇപ്പം കയറി വൈറലായിരിക്കുന്നത്. അതായത് ആസിഫ് അലി, നമ്മുടെ രമേശ് നാരായണൻ, ഈ ഒരു സിനിമയ്ക്കകത്ത് ജയരാജ് ചെയ്യുന്ന പടത്തിൻ്റെ സംഗീത സംവിധായകനാണ് ഈ ഒരു രമേശ് നാരായണൻ. അപ്പോൾ ആ ഒരു രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകന് പുരസ്കാരം നൽകാനായിട്ട് ആസിഫ് അലിയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പുരസ്കാരം കൊടുക്കാനായിട്ട് ആസിഫ് അലി ചെന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഇതാണ് അവിടെ ഉണ്ടായത്. അതായത് ആസിഫ് അലി പുരസ്കാരം കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകന് ഒരു രീതിയിലുള്ള ഒരു മൈൻഡും ഇല്ല. ആസിഫ് അലി അവിടെ പുരസ്കാരം കൊടുക്കാൻ വന്നതാണോ, അല്ലെങ്കിൽ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടനാണോ, ആസിഫ് അലിയുടെ സ്ഥാനത്ത് ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടാണ്, ഇങ്ങനൊരു പുരസ്കാരം കൊടുക്കാനായിട്ട് അവിടെ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം ചെന്നത്. ഈ ഒരു രീതി അദ്ദേഹത്തോട് കാണിച്ച, ഈ ഒരു പുരസ്കാരം കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ആസിഫ് അലിയോട് രമേശ് നാരായണൻ എന്ന മ്യൂസിക് ഡയറക്ടർ കാണിച്ച ഈ ഒരു രീതി തീർത്തും മാനേഴ്സ് ഇല്ലാത്ത ഒരു പരിപാടിയായി പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും വലിയൊരു സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് ആസിഫ് അലിയോ ആരോ ആയിക്കോട്ടെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പുരസ്കാരം കൊടുക്കാനായിട്ട് അവിടെ ചെന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ, എന്തൊക്കെ രീതിയിലുള്ള ന്യായീകരണങ്ങൾ നിരത്തിയാൽ പോലും അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ലെന്ന് തന്നെയാണ് എനിക്ക് ഇത് കണ്ടതിന് ശേഷം തോന്നിയത്. കാരണം കാണുന്നൊരു വ്യക്തിക്ക് അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ആസിഫ് അലി, അല്ലെങ്കിൽ ആ ആസിഫ് അലിയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അത് അങ്ങേർക്കുള്ള ഒരു ഇൻസൾട്ടായിട്ട് തന്നെ വരത്തുള്ളൂ. അവിടെ അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം കിട്ടേണ്ട ആ ഒരു സമയത്ത് ജയരാജ് എന്ന ഡയറക്ടർ അടുത്ത് വേണമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സൗമ്യമായിട്ടുള്ള രീതിയിൽ ആസിഫ് അലിയോട് ചിരിച്ച് സംസാരിച്ച് ഷേക്കാൻ്റെ കൊടുത്ത് ആ ഒരു രീതിയിൽ നിന്നിട്ട് ജയരാജിനെയും കൂടി ആ ഒരു നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ ചെയ്തത് ആസിഫ് അലി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, അദ്ദേഹത്തോടൊരു ചിരി പോലും കാണിക്കാതെ മാറ്റി നിർത്തിയിട്ട്, അദ്ദേഹം ഏതോ ഒരു, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല എന്തായാലും, അപ്പോൾ അത്തരത്തിൽ മാറ്റി നിർത്തിയതിന് ശേഷം ജയരാജിനെ ക്ഷണിച്ച് കെട്ടിപ്പിടിച്ച് ആ ഒരു പുരസ്കാരം മേടിക്കുന്നത് തീർച്ചയായിട്ടും ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു കലാകാരനോട് കാണിച്ച ഒരു ഇൻസൾട്ട് തന്നെയാണ്. ആസിഫ് അലിയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു കലാകാരനോ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വന്നതെന്നുണ്ടെങ്കിൽ അങ്ങനൊരു വലിയ സദസ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ആ ഒരു മറ്റൊരു വ്യക്തിക്ക് ഏതൊരു തരത്തിൽ മാനസിക വിഷമം ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടത്. ആസിഫ് അലി എന്ന് പറയുന്ന ജെന്റിൽമാൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അങ്ങേരെ അവിടെ ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്ത രീതിയാണ്. നൈസായിട്ട് ചിരിച്ച് അങ്ങോട്ട് മാറി നിന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് ഒരു ജെന്റിൽമാൻ ചെയ്യുന്നത്. ആ ഒരു വലിയ സദസ്സിൽ ഒരുപാട് ലെജൻസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു സദസ്സിൽ വെച്ചിട്ട് അത് തീർച്ചയായിട്ടും ഈ ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അതവിടെ കിടക്കട്ടെ. അടുത്തത് നമ്മുടെ ദിലീപ് ഏട്ടൻ നായകനായിട്ട് വരുന്ന പുതിയ പടം ഭയം, ഭക്തി, ബഹുമാനം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി, ഗോകുലം ഗോപാലൻ പ്രസൻസ്. ഭയം, ഷാൻ റഹ്മാൻ, ഭക്തി, ബഹുമാനം. നീ നിന്റെ പഴയ പരിപാടിയായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ നിനക്ക് അറിയില്ല. സാറി ജോണറിൽ പുതിയതല്ലേ, പഴയതും പുതിയതുമായിട്ട് നമുക്കൊരു കൈ നോക്കിയാലോ സാറേ? ഓ,
പൊള്ളി സാധനം കിടുക്കിയിട്ടുണ്ട്. നല്ല കിഡിലൻ സാധനം, ഒരു കിടുക്കാച്ചി എൻ്റർടൈനർ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പ് തരുന്ന ഒരു മോഷൻ പോസ്റ്റർ. ദിലീപേട്ടൻ്റെ ലുക്കും ആ ഒരു ഡയലോഗും ആ ഒരു സാറേ വിളിയൊക്കെ നേരത്തെ നമ്മുടെ പരമശിവം നമ്മുടെ റൺവേയിൽ കേട്ട പോലെ അതേ ഒരു പഞ്ചുള്ളൊരു സാറേ വിളി തീർച്ചയായിട്ടും ഘട്ട വെയിറ്റിംഗായിട്ട് കാത്തിരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു പടത്തിലൂടെ ഒരു ഗംഭീര കംബാക്ക് തീർച്ചയായിട്ടും ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെ കാലം അവസാനിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി ആയിരിക്കട്ടെ. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു മോഷൻ പോസ്റ്റർ ആ ഒരു പ്രോമിസ് നൽകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ഒരു മോഷൻ പോസ്റ്റർ. എന്തായാലും കാത്തിരിക്കാൻ പടത്തിനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു മോഷൻ പോസ്റ്റർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് എന്തായാലും കിഡിലൻ സംഭവമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അത് ആ ഒരു രീതിക്ക് തന്നെ വരട്ടെ, ഗംഭീര സംഭവമായിട്ട് മാറട്ടെ. കട്ട വെയിറ്റിംഗ്. കൂടെ ദിലീപിൻ്റെ കൂടെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ആ ഒരു കൂട്ടുകെട്ട് മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഗംഭീര സംഭവം തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പടത്തിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കുക. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.